ഹലോ അസ്സലാമു അലൈക്കും. എന്നൊരു ഇറാനി പോളൻ്റെ റെസിപ്പി കേട്ടോ. നല്ല സോഫ്റ്റ് ഇറാനി പോള കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളതൊക്കെ 1/2 ടീസ്പൂൺ വെച്ച് ചേർത്തിട്ടുള്ളൂ. മുളക് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി കറിവേപ്പിലയും ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അതിൻ്റെ ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടുള്ള മാവ് ഉണ്ടാക്കി നോക്കട്ടെ നമുക്ക്. അതിൽ 3 മുട്ടയുണ്ടോ നമുക്ക് ആവശ്യം വേണ്ടത്. 3 മുട്ട മാവ് നമുക്ക് കൂട്ടുന്നതിനനുസരിച്ച് കുറക്കുന്നതിനനുസരിച്ച് അളവ് കുറവാക്കാം കേട്ടോ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മൈദ, 2 വെളുത്തുള്ളി, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് 1 കപ്പ് പാലും ചേർത്ത് അടിച്ചെടുത്തിടാം കേട്ടോ മാവ്. പാൻ ചൂടാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് മാവ് ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ മാവ് ചേർത്ത് വെക്കുക കേട്ടോ. 4 ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 തക്കാളീൻ്റെ പീസും, പിന്നെ ഒന്ന് ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് 1 മല്ലീൻ്റെ 3 സൈഡിൽ ഇല വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകൾ ഭാഗം ഒക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചതിൻ്റെ ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.